ഗൈസ്, വെൽക്കം ബാക്ക് ടു ബസിഡ് മാനിയാക് ചാനൽ. അപ്പോൾ നമ്മൾ തമ്മിൽ കണ്ടിട്ട് 2 ആഴ്ചയോളം ആകുന്നു അല്ലേ? അപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പ്രാക്ടിക്കൽ എക്സാംസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒരാഴ്ച വീട്ടിൽ റെസ്റ്റായിരുന്നു. പിന്നെ ഇപ്പോഴാണ് സമയം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ട്രാഫിക് മോഡിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ടീം KBRൻ്റെ വേർഷൻ 3.3.4 വേണ്ടിയുള്ള ഏറ്റവും പുതിയ ഇന്ത്യൻ ട്രാഫിക് മോഡിൻ്റെ വീഡിയോ ആണ്. എനിക്കറിയാം ഇത് ഇറങ്ങിയിട്ട് കുറേ ദിവസമായി, എന്നാലും ഞാൻ വീഡിയോ ചെയ്യുവാണ്. അപ്പോൾ എക്സാം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പേ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, ഇതുപോലെ എക്സാമിന് പോവുകയാണ്, 2 ആഴ്ച വീഡിയോ ഒന്നും കാണത്തില്ലെന്ന്. അപ്പോൾ ആ ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ ഗരാജ് തന്നെ അവർ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ. പിന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാരുടെ എല്ലാം കോസ്റ്റ്യൂംസ് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ആദ്യത്തെ ഡ്രൈവർ ചേട്ടൻ ഒരു ബനിയനൊക്കെ ഇട്ട് നൈസാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചേട്ടൻ പുള്ളീനെയും പൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രീക്കൻ ചേട്ടന് പൂക്കളുടെ ഡിസൈനൊക്കെ ഉള്ളൊരു കളർഫുൾ ഷർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചേച്ചിയുടെ ഡ്രസ്സ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ ഡ്രൈവറിനെ കൊണ്ടുപോകാം, കാരണം നമ്മുടെ പുള്ളിയുടെ ഒരു ഡാൻസ് മൂവ് ഉണ്ട് പുതിയതായിട്ടുള്ള. അപ്പം പുള്ളിക്കാരൻ റെഡിയാണ്, തലയൊക്കെ ആട്ടുന്നുണ്ട്. ആദ്യത്തെ ഡ്രൈവറിൻ്റെ ഡാൻസ് സ്റ്റെപ്പിലൊരു അവർ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഈ ട്രാഫിക് മോഡിനകത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ ഗ്രീറ്റീസ് ഓള തന്നെ എടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ ആഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പരസ്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് നേരെ ഗെയിം പ്ലേയിലേക്ക് കടക്കുകയാണ്. സംഭവം ലോഡായിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ലോഡാകൂ. ഓക്കെ, സംഭവം റെഡി ആയിട്ടുണ്ട്, ലോഡായി കഴിഞ്ഞു. അപ്പോൾ ആദ്യമേ തന്നെ മരത്തിൻ്റെ ഒക്കെ ഗ്രാഫിക്സാണ് എൻ്റെ കണ്ണിൽ ആദ്യം പെട്ടത്. ഗ്രാഫിക്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ഒന്ന് നൈസായിട്ടൊന്ന് അടിമുടി ഒന്ന് നോക്കാം. അപ്പോൾ കണ്ടല്ലോ ഗ്രാഫിക്സും മരങ്ങളുടെ ഒക്കെ. പിന്നെ നമ്മുടെ ബസ്സിൻ്റെ ഇൻറ്റീരിയർ ഇതുപോലാണ്, ബ്രൗൺ ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇതിനു മുമ്പുള്ള ട്രാഫിക് മോഡ്സിലെ പോലെയൊക്കെ തന്നെ. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ഹെഡ്ലൈറ്റിൽ വന്നേക്കുന്ന മാറ്റമാണ്. ഈ ഹെഡ്ലൈറ്റ് മക്കളെ ഒരു രക്ഷയുമില്ല, മഞ്ഞ ലൈറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാഫിക് മോഡിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ്, ഒരു രക്ഷയില്ലാത്ത ഹെഡ്ലൈറ്റാണ്. അപ്പോൾ നമുക്ക് വണ്ടിയും കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മുടെ ടെയിൽ ലാമ്പിലും ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പഴയ ടെയിൽ ലാമ്പല്ല, പുതിയ ടെയിൽ ലാമ്പൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ കൂട്ട് ഇതും നൈസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിലെ വെളിയിലോട്ട് ഇറങ്ങാം, ബാക്കി വണ്ടികളിലുള്ള ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൻ്റെ വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് ഒരു നാഷണലിൻ്റെ ബസ്സാണ്. നാഷണലിൻ്റെ ലിവറിയൊക്കെ ആയിട്ടുള്ളൊരു വയലറ്റ് ബസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് പോകുന്ന വഴി ബാക്കി ബസ്സുകളും ബാക്കി വെഹിക്കിൾസിൽ വന്ന ചേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കി പോകാം. ഓക്കെ, അപ്പോൾ നമ്മളും നാഷണലുമായിട്ടുള്ള ചെറിയൊരു മത്സരമാണ്. നാഷണൽ സ്പീഡ് കൂട്ടി വരുന്നു, നമ്മളും വിട്ടുകൊടുക്കത്തില്ല. ചേട്ടോയി, ഞങ്ങളുടെ ഹെഡ്ലൈറ്റ് കണ്ടോ? അതേൻ്റെ അടിപൊളിയല്ലേ? പിന്നെ അല്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതേണ്ട VRL ലോജിസ്റ്റിക്സിൻ്റെ ഒരു കണ്ടെയ്നർ ലോറി ഇതേണ്ട ഇവിടെ ഉണ്ട്. ഇതിനു മുമ്പ് ഏതോ ഒരു ട്രാഫിക് മോഡിൽ, ഇതിനു മുമ്പ് ആദ്യമൊക്കെ ഇറങ്ങിയ ട്രാഫിക് മോഡിൽ VRL ലോജിസ്റ്റിക്സിൻ്റെ കണ്ടെയ്നർ ലോറി ആയിരുന്നു. പിന്നീട് മാറ്റം വരുത്തി ഏതോ ഒരു ട്രാഫിക് മോഡിനകത്ത് കണ്ടെയ്നറിൻ്റെ ലിവറി മാറ്റിയിരുന്നു. ഇപ്പം പഴയ പോലെ VRL തന്നെയാണ്. പിന്നെ വേണ്ട കല്ലട പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും വേണ്ട ഒരു VRLൻ്റെ കണ്ടെയ്നർ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി റോഡിൻ്റെ നടുക്ക് നിർത്തിയിട്ടിട്ട് നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങാം. ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇവിടെ നമുക്ക് നോക്കാം. പിന്നെ കൂടാതെ നമ്മുടെ ചേട്ടൻ്റെ പുതിയ ഡാൻസ് സ്റ്റെപ്പും കൂടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സോയിലിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്, വേറെ ലെവൽ ഗ്രാഫിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ETS2 പോലത്തെ ഗ്രാഫിക്സ് എന്നൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഈ വളവിൽ നല്ല വലിയ ബ്ലോക്കാണ്, നമ്മളുണ്ടാക്കിയ ബ്ലോക്കാണ്. വണ്ടി മാറ്റി തരാം ചേട്ടാ, ഒരു മിനിറ്റ്. അപ്പോൾ അതുകൊണ്ട് സോയിലിൻ്റെ ടെക്സ്ചറിൽ വന്നേക്കുന്ന ചേഞ്ചസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ കേരള ട്രാഫിക് മോഡിൽ ഈ ഒരു വളവിൽ ആ ഒരു മതിലിലായിട്ട് രാംകോ സിമെൻറ്റിൻ്റെ പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ട്രാഫിക് മോഡിൽ അതില്ല, പകരം നല്ല അടിപൊളി ഭംഗിയായിട്ടുള്ളൊരു
അതിലവർ പണിതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് മാറ്റി കൊടുത്തേക്കാം, അതാണ് അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ നമ്മൾ ഇത്രയും ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് വണ്ടി മാറ്റി കൊടുത്തേക്കാം. പോരാത്തതിന് വളവിലുമാണ് നമ്മൾ നിർത്തിയിട്ടത്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ട്രെയിൻ കാണാനാണ്. നമ്മുടെ ട്രെയിനിൽ വന്നേക്കുന്ന മാറ്റവും കാര്യങ്ങളും നോക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വ്യൂവിൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ആ സോയിലിൻ്റെ ടെക്സ്ചറിൽ വന്ന മാറ്റം. പിന്നെ സൈഡിലുള്ള മരങ്ങളുടെ ഗ്രാഫിക്സും സംഭവങ്ങളെല്ലാം ഈ ഒരു വ്യൂവിൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ MSRTC മഹാരാഷ്ട്രയുള്ള ബസ് MSRTC പോകുന്നുണ്ട്. അപ്പോൾ അതേണ്ട നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് നമ്മൾ ഡെലിവറി വാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഈസ്റ്റേൺ കറി പൗഡറിൻ്റെ ഒരു ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. ഇപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. വണ്ടി നമുക്ക് ക്രോസ് ഇട്ട് പിടിക്കാം. അപ്പോൾ ഇതേണ്ടേ ഇവിടെ അമുലിൻ്റെ ഐസ്ക്രീം വണ്ടി എൻ്റെ സൈഡിൽ കിടക്കുന്നു. അമുലിൻ്റെ ഡെലിവറി വാനാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ റോഡിൻ്റെ നടുക്ക് ഇട്ടിട്ട് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങി നമുക്ക് മറ്റേ ഡെലിവറി വാൻ നോക്കാം. ഈ കാർട്ടിൻ്റെ ലിവറിയാണ് നമ്മുടെ ഡെലിവറി വാനിൻ്റെ അടുത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഡെലിവറി വാനും സംഭവങ്ങളും കണ്ടിട്ട് പുതിയ ഡാൻസ് മൂവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതും കൂടെ കാണിക്കാം. ഓക്കെ, അതിനുശേഷം എങ്ങനെ ഈ ഒരു ട്രാഫിക് മോഡ് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കളർഫുൾ ബൈക്കുമായിട്ട് നമ്മുടെ കളർഫുൾ ചേട്ടൻ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതേണ്ട നമ്മുടെ അമൂലിൻ്റെ ഡെലിവറി വാൻ കിടപ്പുണ്ട്, ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ. പിന്നെ നമ്മുടെ ഡെലിവറി വാൻ്റെ തൊട്ട് പുറയിലായിട്ട് SCTC കിടപ്പുണ്ട്. അതിൻ്റെ പുറയിൽ ആരാന്ന് നോക്കട്ടെ. അതിൻ്റെ പുറയിൽ നമ്മുടെ ആംബുലൻസ് ആണ്. അതിൻ്റെ പുറയിൽ ആംബുലൻസ് കിടപ്പുണ്ട്. പിന്നെ TSRTCയുടെ വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ വണ്ടി ഇപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഒരു മിനിറ്റ് നമ്മുടെ ചേട്ടൻ്റെ പുതിയ ഡാൻസ് മൂവ് കാണിച്ചില്ലല്ലേ, സോറി, ഇപ്പം കാണിച്ചു തരാം. വണ്ടി ഒന്ന് നിർത്തട്ടെ. അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ഡാൻസ് മൂവ് ഇതേണ്ട ഇപ്പം കണ്ടോളൂ. ഈ ചേട്ടൻ്റെ ഫാൻസിന് പുതിയ സ്റ്റെപ്പ് ഒന്ന് ഇട്ട് കാണിച്ചു കൊടുക്കും. കണ്ടോ, ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ പുതിയ ഡാൻസ് മൂവ്. അപ്പോൾ നിങ്ങളെ ഞാൻ ഡാൻസ് മൂവും കാണിച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ കുറച്ചൊക്കെ വണ്ടികളുടെ ചേഞ്ചസും കാണിച്ചു. അപ്പോൾ ഇനി നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. എങ്ങനെ ഈ ഒരു ട്രാഫിക് മോഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിമിൽ ആഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ട്യൂട്ടോറിയൽ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇന്ത്യൻ ട്രാഫിക് മോഡ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഡൗൺലോഡ് ലിങ്ക് കിടക്കുന്നത്. ഇപ്പോൾ നോർമൽ OBBയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. ബസ്സിഡ് പ്ലസിൻ്റെ ലിങ്ക് അതിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ ബസ്സിഡ് പ്ലസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം ഫയൽ മാനേജർ എടുക്കുക. അതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ആൻഡ്രോയിഡിൽ OBBയിൽ com.malia.bussimulator.id എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇട്ടു. ഇതിനകത്ത് കിടക്കുന്ന ഓൾറെഡി ഉള്ള OBB ഫയലിൻ്റെ വേരിയൻറ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. എൻ്റെ കേസിൽ 200631 ആണ്. നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ 100631 ആയിരിക്കാം, അല്ലെങ്കിൽ 300631 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വേരിയൻറ്റ് ഏതാണെന്ന് ആദ്യം നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ഫോൾഡറിൽ പോവുക. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ അവിടെ നിങ്ങളുടെ OBB ഫയൽ ഡൗൺലോഡായി കിടക്കുന്നതായിരിക്കും ഇന്ത്യൻ ട്രാഫിക് മോഡ്. അപ്പോൾ എൻ്റെ കേസിൽ ഞാൻ വേറൊരു ഫോൾഡറിലേക്ക് ആക്കി വെച്ചേക്കുവാണ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊരു സിപ്പ് ഫയലായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. ഇത് ലോങ് പ്രസ് ചെയ്യുക, ശേഷം എക്സ്ട്രാക്ട് ചെയ്യുക പറഞ്ഞ് ഓപ്ഷനിൽ നിൽക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സിപ്പ് ഫയൽ എക്സ്ട്രാക്റ്റ് ആയി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സിപ്പ് ഫയൽ എക്സ്ട്രാക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിപ്പ് ഫയലിൻ്റെ അതേ പേരിൽ മറ്റൊരു ഫോൾഡർ ലഭിക്കും. അത് ഓപ്പൺ ചെയ്യുക, ആ ഒരു ഫോൾഡർ. അപ്പോൾ ഈ ഒരു ഫോൾഡറിനകത്താണ് നമ്മുടെ OBB ഫയൽ കിടക്കുന്നത്. അപ്പോൾ ഇത് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മൂവ് ചെയ്യണം ആൻഡ്രോയിഡിലേക്ക്. ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക്. ആൻഡ്രോയിഡിൽ OBBയിൽ com.malia.bussimulator.id ഈ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ OBB മൂവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ റീപ്ലേസ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അത് ടാപ്പ് ചെയ്യുക. കാരണം ഓൾറെഡി അതേ പേരിലൊരു ഫയൽ കിടക്കുന്നുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അത് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽ റീപ്ലേസ് ആയിട്ടുണ്ട്. നമ്മുടെ OBB ആഡ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇൻ കേസ് നിങ്ങളുടെ ഒറിജിനൽ OBB ഫയലിൻ്റെ വേരിയൻറ്റ് 100631 അല്ലെങ്കിൽ 300631 ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സംഭവം മൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒറിജിനൽ OBB ഓൾറെഡി ഉള്ള OBB നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം ഡൗൺലോഡ് ചെയ്ത OBB ഫയൽ റീനെയിം ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കേസ് 200631 ആണ് നമ്മുടെ ഡൗൺലോഡ് ചെയ്ത OBB ഫയലിൻ്റെ വേരിയൻറ്റ്. അപ്പോൾ നിങ്ങൾ റീനെയിം ചെയ്യണം. ഇപ്പോൾ 100631 ആണെങ്കിൽ നിങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോൾഡർ റീനെയിം ചെയ്ത് കൊടുക്കുക. 100631 റീനെയിം ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 300631 ആണെങ്കിൽ
അതിലേക്ക് റീനെയിം ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് സംഭവം ക്ലിയർ ആയില്ലെങ്കിൽ ഈ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നുകൂടെ ജസ്റ്റ് ബാക്ക് അടിച്ച് ഒന്നുകൂടെ കണ്ടു നോക്കുക. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ വേറൊരു വീഡിയോയുടെ ക്ലിപ്പ് ഞാൻ ഇതിനു മുമ്പുള്ളൊരു ഇന്ത്യൻ ട്രാഫിക് മോഡിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ ഞാൻ വേറൊരു ഫോണിനകത്താണ് ചെയ്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിരിക്കും, മനസ്സിലാവും പെട്ടെന്ന്. എന്നിട്ടും ഒന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ട്രെയിൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ വന്നേക്കുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ നോക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു ട്രെയിൻ പോയി, അടുത്തത് ഉടനെ തന്നെ വരും. അപ്പോൾ നമുക്ക് ട്രെയിനിലെ ചേഞ്ചസും കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയുടെ വെളി ഇറങ്ങാം. നല്ല അടിപൊളി മഴയും പെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നവരെ നമുക്കിവിടെ വെറുതെ വായി നോക്കി നിൽക്കാം. ഗേറ്റ് ക്ലോസ് ചെയ്യുക, കമോൺ. മഴ ചാറ്റലേ ഉള്ളൂ, ഈ ഉടനെ നല്ല മഴ പെയ്യുമായിരിക്കും. ഓക്കെ, ഇതേണ്ട ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ ഉടനെ വരും. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ട്രെയിൻ തേണ്ട എത്തിയിട്ടുണ്ട്. ഓക്കെ, വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ലിവറിയാണ് ഇട്ടിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അത് കറക്റ്റ് ഇതിന് മാച്ചിങ് ആണ്. ഈ ടൈപ്പ് ട്രെയിൻ അത് കറക്റ്റ് മാച്ചിങ് ആണ്. അപ്പോൾ കണ്ടല്ലോ ട്രെയിനിലെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേണ്ട നമ്മൾ നൈസായിട്ടൊന്ന് ലൊക്കേഷൻ മാറ്റി പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു റൂട്ടിൽ വേണ്ട നിങ്ങൾക്ക് റോഡ് സൈഡിൽ നല്ല പൂക്കളുള്ള ചെടിയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഒരു റൂട്ട് മാത്രം കാണിച്ച് വെറുതെ ബോറടിപ്പിക്കേണ്ട. നമ്മൾ ഈ ഒരു റൂട്ടിലെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരെ ഇപ്പം പോകാൻ പോകുന്നത് നമ്മുടെ മെട്രോ ട്രെയിൻ കാണാനാണ്. നമ്മുടെ നോർമൽ ട്രെയിൻ കണ്ടു, ഇനി നമുക്ക് മെട്രോയിൽ വന്നേക്കുന്ന മാറ്റങ്ങളും കൂടെ ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പല പല മാപ്പ് എടുക്കുമ്പോൾ ഇത് പല പല കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാം ഒന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല, കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ഒരു 20% പോലും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ബാക്കി നിങ്ങൾ തന്നെ ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട്. അപ്പോൾ വേണ്ട നമ്മൾ മെട്രോ സ്റ്റേഷൻ എത്തി. ഉടനെ ഒരു മെട്രോ ട്രെയിൻ വന്നായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ട്രെയിൻ കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് ഒരു ട്രെയിൻ പോയിട്ടുണ്ട്. നമുക്ക് വണ്ടി അവിടെ അങ്ങാണ് ഒതുക്കി നിർത്തിയിട്ടിട്ട് വണ്ടിയുടെ വെളി ഇറങ്ങി നിന്നിട്ട് നമുക്ക് മെട്രോ ട്രെയിൻ കാണാം. ഓക്കെ, അപ്പോൾ ഗായ്സ് വേണ്ട മെട്രോ ട്രെയിൻ വേണ്ട അങ്ങന്ന് വരുന്നുണ്ട്, ഇങ്ങോടി എത്തട്ടോ. ഓക്കെ, അപ്പോൾ ഗായ്സ് വേണ്ട മെട്രോ ട്രെയിൻ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. വേണ്ടേ, അപ്പോൾ നിങ്ങൾ മെട്രോ കണ്ടല്ലോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ട്രാഫിക് മോഡിൽ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇനിയും കുറേയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാഫിക് മോഡ് ഡൗൺലോഡ് ചെയ്ത് നോക്കുക, ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക, കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ആക്കി ഇടുക. എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇൻസ്റ്റയിലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. സോ ഗൈസ് ടിൽ ദെൻ ബൈ.